ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നെയ്യാറ്റിൻകര ദേശാഭിമാനി പാർക്കിൽ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ നെയ്യാറ്റിൻകരക്കാരുടെ സ്വന്തം ദേശാഭിമാനി പാർക്ക്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് വന്ന് ഇവിടെ കുറേ സമയം ചിലവഴിക്കുമ്പോൾ എല്ലാവരും കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം കുട്ടികൾക്ക് അവർക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. അത് ഉള്ളിലാണ്, അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ പാർക്കിലേക്ക് പോകുന്നതാണ്. കുറേ ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് വന്ന് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് നല്ലൊരു കാര്യമാണ്. കാരണം എപ്പോഴും ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ. ഞങ്ങളും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ പാർക്കിൽ വരാറുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് കളിക്കുന്നതൊക്കെ. ഒരുപാട് പിള്ളേർ വരും. അവരുടെ കൂട്ടത്ത് പാർക്കിൽ കയറി കളിച്ച് രസിച്ച് നടക്കാനാണ് അവർക്കും താല്പര്യം. അവർ ഇങ്ങോട്ട് ചോദിക്കും, നമുക്ക് പാർക്കിൽ പോവാം. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ പതിയെ നെയ്യാറ്റിൻകര കൊണ്ടുവരും. നല്ല സ്ഥലമാണ്. ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കുറച്ച് വെള്ളം, അതിനകത്ത് ഫിഷൊക്കെ ഉണ്ട്. നമ്മുടെ വൈറ്റ് ഷാർക്കാണ് അതിനകത്തുള്ളത്. 3 ഉണ്ട്, പക്ഷെ ഞാൻ വീഡിയോയിൽ അത് കിട്ടിയില്ല. ഇതാണ് നമ്മുടെ രാമകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്റ്റാച്യു ഇവിടെ വച്ചേക്കുന്നത്. 1910 സെപ്റ്റംബർ 26 അദ്ദേഹത്തെ നാട് കടത്തപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം 28/3/1916 കേട്ടോ. നല്ലൊരു മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ നെയ്യാറ്റിൻകരക്കാരുടെ അഭിമാനമാണ് ഇദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു പാർക്കാണിത്. ഇതാ കുറേ തെറ്റിപ്പൂ, മഞ്ഞയും ചുവന്ന നിറത്തിലുള്ള തെറ്റിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാനൊക്കെ നല്ലൊരു വൈബാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴാണ് ഇതൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ പിള്ളേരുമായിട്ട് വരും, നമ്മൾ നേരെ പാർക്കിൽ പോകുന്നു, അവിടെ ഒരിടത്ത് ഞങ്ങളിരിക്കും, പിള്ളേർ അവിടെ കളിക്കും. ഞങ്ങളുടെ കൺവട്ടത്ത് തന്നെ അവരെ നിർത്തി ഞങ്ങളിങ്ങനെ ചേട്ടനും ഞാനും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു, അവർ കളിക്കുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ അവരെ ടയേർഡ് ആകുമ്പോഴത്തേനും വിളിച്ചിട്ട് വീട്ടിൽ പോകും. അതാണ് ഞങ്ങളുടെ പരിപാടി. ഇതാണ് നമ്മുടെ പാർക്കിനുള്ളിൽ കുട്ടികളുടെ കളിക്കാനുള്ള സ്ഥലം.